അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ നമ്മൾ ശിവമണിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞങ്ങളുടെ റിപ്പോർട്ടർ ഷിനോജ് അദ്ദേഹവുമായി സംസാരിച്ചു. എന്താണ് സംഭവിച്ചത് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ തന്നെ അറിയാം. എന്തായിരുന്നു ഇന്നലെ സത്യത്തിൽ സംഭവിച്ചേ? സ്വാമി ശരണമയ്യപ്പ സ്വാമി എന്താ ഇത്? ഓക്കെ, yesterday I landed. I was just going to Tiruvalla performing with Stephen Devasi. We landed and we were waited for luggage to come. We are waiting. Luggage didn't turn up. And then we realized there's a special thing is happening in the airport. Our PM has come for a wedding, all that. That is other side. So while they're waiting, all my fans, they were just taking a selfies and photos and everything. And there's 2-3 kids, small little kids, were playing drums. They said. I said okay, and everyone was waiting 40 minutes. I said, don't worry, let's celebrate our Kanum Pongal. So I played one of the song I played for A. Rahman, Hamma Hamma song. So I played for everyone. Hamma, Hamma. That everyone happy, they change complete mood. Music has a power. So that is always I entertain people wherever they ask me to play, I play. That is my job, that is my life. Music and rhythm is God, always I mention. Then I just said, I'm going to jam for you all. Okay. You want to play here? Yeah. Hamma, 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 hamma. Shivamani. Yeah. എന്താണെങ്കിലും ശിവമണിയോട് നേരിൽ സംസാരിച്ച ഷിനോജാണ് നമുക്കിപ്പം ഉള്ളത്. ഷിനോജ്, നമ്മൾ ഈ സംഗീത പ്രേമികൾക്കെല്ലാം നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ തന്നെയാണ് ശിവമണി. അദ്ദേഹത്തിൻ്റെ വിരലുകളിലെ മാന്ത്രികത അതൊക്കെ നേരിട്ട് അനുഭവിക്കാൻ ഷിനോജിന് ഒരു അവസരം കൂടി ലഭിച്ചിരിക്കുന്നു. അതിനൊക്കെ നമ്മൾ പറയേണ്ടത് ആ ബാഗേജ് വൈകിയതിനെ കുറിച്ചും. അപ്പോൾ എന്തൊക്കെയാണ് ഷിനോജ് ഇന്ന് സംഭവിച്ചത്? സേതു, ഇന്നലെയാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വെച്ച് ഇത്തരത്തിൽ ശിവമണിയും അതുപോലെ തന്നെ ശിവമണിക്കൊപ്പം ഉണ്ടായിരുന്ന യാത്രക്കാരുടെയും ഒക്കെ ലഗേജ് തടഞ്ഞു വയ്ക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഇന്നലെ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് തന്നെ സ്വാഭാവികമായി ഉണ്ടാകുന്ന സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഈ ശിവമണിയുടെ ലഗേജ് തടഞ്ഞു വയ്ക്കുന്ന സ്ഥിതി ഉണ്ടായത്. ഏകദേശം 45 മിനിറ്റോളം ശിവമണിയും അതുപോലെ തന്നെ ഈ അവർക്കൊപ്പം ഉണ്ടായിരുന്ന യാത്രക്കാരുടെയും ലഗേജ് തടഞ്ഞു വെച്ചു. എന്നാൽ ആ സമയത്ത് സ്വാഭാവികമായി നമുക്കറിയാം, 45 മിനിറ്റ് നമ്മുടെ ലഗേജൊക്കെ തടഞ്ഞു വയ്ക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായും യാത്രക്കാരിൽ മുഷിപ്പുണ്ടാകും, അതുപോലെ തന്നെ പ്രതിഷേധമൊക്കെ ഉണ്ടാകും. എന്നാൽ ആ സമയത്താണ് ശിവമണി ഒരു പ്രതിഷേധമുണ്ട്, അതിലൊരു പ്രതിഷേധമുണ്ട്, അതുപോലെ തന്നെ ഒരു മുഷിപ്പിൻ്റെ സ്വരമുണ്ട്. തൻ്റെ കയ്യിലുണ്ടായിരുന്ന 2 സ്റ്റിക്ക് ഉപയോഗിച്ചുകൊണ്ട് എയർപോർട്ടിൽ കൈവരിയിൽ തൻ്റെ താളവിസ്മയം തീർക്കുന്നത്. ആദ്യം കൊട്ടി, വീണ്ടും കൊട്ടുന്നു. അത് ഈ യാത്രക്കാരിൽ ചിലർ വീഡിയോ എടുത്ത് വൈറലാക്കുന്നു. തുടർന്ന് ദേശീയ മാധ്യമങ്ങൾ തന്നെ അത് വീഡിയോ പങ്കുവയ്ക്കുന്നു. ഇത്തരത്തിൽ വളരെ പെട്ടെന്നാണ് ശിവമണിയുടെ ഈ വീഡിയോ വൈറലാകുന്നത്. എന്തായാലും ശിവമണി ഈ വിഷയത്തെക്കുറിച്ച് ആദ്യമായി പ്രതികരിക്കുന്നത് മാതൃഭൂമി ന്യൂസിനൊപ്പമാണ്. എന്താണ് സംഭവിച്ചതെന്ന് ശിവമണിയോട് ചോദിച്ചു. അപ്പോൾ നമ്മൾ ചോദിച്ച സമയത്ത് ഇതൊരു പ്രൊട്ടസ്റ്റാണ്, ഒരു പ്രതിഷേധമാണോ, അത് വെറുതെ ഒരു ടൈം പാസ് ആണോ എന്ന് ചോദിച്ച സമയത്ത് ശിവമണി തന്നെ പറയുന്നത് ഇത് രണ്ടുമല്ല, തൻ്റെ ഒരു സമ്മാനമാണ്. അവിടെ മുഷിങ്ങി നിന്ന യാത്രക്കാർക്ക് അവരുടെ മൂഡ് മാറ്റുന്നതിന് വേണ്ടി താൻ നൽകിയ ഒരു സമ്മാനമാണ് ഇതെന്നാണ് എന്തായാലും ശിവമണി തന്നെ പറയുന്നത്. എന്തായാലും ഇത്തരത്തിലൊരു വേറിട്ട പ്രതിഷേധം ശിവമണി നടത്തിയതിലൂടെ എന്താണെങ്കിലും ഈ പറഞ്ഞതുപോലെ തന്നെ ഈ വേറിട്ടൊരു പ്രതിഷേധം മാത്രമല്ല, അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ നമുക്ക് മനസ്സിലാകും തന്റെ ഫാൻസ് അവരൊക്കെ ഇങ്ങനെ മുഷിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ആ ഒരു മുഷിവെപ്പൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി, അവരുടെ പ്രതിഷേധമൊക്കെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് താൻ ചെയ്ത പ്രവർത്തിയാണ് അദ്ദേഹം പറയുന്നു. വളരെ നല്ല ഒരു കാര്യം തന്നെയാണ്.